1000 ഏക്കറോളം പാടശേഖരത്ത് നിറഞ്ഞു നിൽക്കുന്ന ആമ്പൽ വസന്തം. കോട്ടയം മലരിക്കലിൽ നിന്നുള്ള ആമ്പൽ വിശേഷങ്ങൾ. ഞങ്ങളുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളാണെങ്കിലേ നമ്മള് ഈ ചങ്ങനാശ്ശേരി കഴിഞ്ഞ് കോട്ടയം മലരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ അടിപൊളി ഒരു ആമ്പൽ പാടം ഉണ്ട് അവിടെ കേട്ടോ. നല്ല രസമാണ്, നല്ല അത് ഭംഗിയായിട്ട് എന്താ പറയാ, അതിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്ക് നേരെ അവിടെ ചെന്നിട്ട് കാണാം അല്ലേ മനസ്സേ അല്ലേ? അപ്പൊ പ്രിയ കൂട്ടുകാരെ, നമ്മളിതാ ഇവിടെ ആമ്പൽ പാടത്തിൽ എത്തിയിരിക്കുകയാണ്. ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട്. ഫോറിനേഴ്സ് ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ. അവരുടെ ചെവിയിലൊക്കെ ചെവിയുടെ പുറകെ ഇരിക്കുന്ന പൂ കണ്ടോ ഒത്തത് കണ്ടോ? ആഴമില്ല അധികം അല്ലേ? അത്രേ ഉള്ളൂ അല്ലേ? ഇതിപ്പോ എത്ര 5-6 വർഷമല്ലേ ആണല്ലേ? മറിച്ചു കൊടുക്കും. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, ഞങ്ങൾ നമ്മുടെ വള്ളത്തിലൊക്കെ കയറിയിട്ട് ആമ്പലിൻ്റെ നടുക്കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഉള്ളിലോട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ കുറേയേറെ പൂക്കൾ നമുക്ക് കാണാമെന്നാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞത്. അപ്പം ഞങ്ങൾ നേരെ 400 ഏക്കറോളം അതെ. അപ്പം 400 ഏക്കറോളം ആമ്പൽ പൂ മാത്രമുള്ള ഒരു പാടത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മളിവിടെ വരികയാണെങ്കിൽ ഈ ചേട്ടൻ പറഞ്ഞത് ഇത് ഉള്ളിലോട്ട് പോയി കാണണമെന്ന് പറയുന്നത്. കാരണം ഈ റോഡ് സൈഡിലുള്ള പൂക്കളെന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ അല്ലേ? വളരെ കുറവാണ്. ഈ 400 ഏക്കർ നമ്മൾ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് 1 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല പൂക്കൾ, ഒരുപാട് പൂക്കൾ കാണാമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 10 മണി 10:30ക്ക് മുമ്പ് നമ്മളിവിടെ എത്തണം. 10:30 ആകുമ്പോഴത്തേക്കും ഈ പൂ പതുക്കെ വെയിലടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് വിടർന്ന് നിൽക്കുന്നത് ഇങ്ങനെ കൂമ്പി പോവും. അപ്പോൾ അതുകൊണ്ട് 10:30 വരെയാണ് ഇതിൻ്റെ സമയം. ഇപ്പോൾ എന്താണ് നമ്മൾ നമ്മുടെ 400 ഏക്കർ പൂവിൻ്റെ നടുക്ക് പോയിട്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം അല്ലേ? ഇടയ്ക്ക് നമ്മുടെ ചേട്ടൻ ഒരു ആമ്പൽ പൂവൊക്കെ പറിച്ചു കൊടുത്തു. നമ്മൾ ഒരുപാട് ആമ്പൽ പൂവൊക്കെ ഇനി പറിക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ നമുക്ക് കുറേ ആമ്പൽ പൂവൊക്കെ പറിച്ചു തരുന്നുണ്ട്. അപ്പം ഇതുള്ളത് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ മലരിക്കൽ എന്ന സ്ഥലത്താണ് ഈ ആമ്പൽ പാടം ഉള്ളത്. ഒരുപാട് ആളുകൾ കേട്ടോ, ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞത് ആന്ധ്ര, തമിഴ്നാട്, കർണാടക, നമ്മുടെ കേരളത്തിന് വെളിയിലുള്ള സ്റ്റേറ്റിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് ഫോറിനേഴ്സിനെ കണ്ടു. അപ്പോൾ എന്താണെങ്കിലും വളരെ ഫേമസ് ആണ് ഈ മലരിക്കൽ ആമ്പൽ പാടശേഖരങ്ങൾ. അപ്പം തീർച്ചയായിട്ടും ഇത് ഇനിയിപ്പോൾ സെപ്റ്റംബർ മാസം രണ്ടാഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതും കംപ്ലീറ്റ് ആവും അല്ലേ? പിന്നെ ഇനി അടുത്ത വർഷമേ ഉള്ളൂ അല്ലേ? ആണല്ലേ? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ പകുതി അല്ലേ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ജൂലൈ പകുതി തൊട്ട് സെപ്റ്റംബർ പകുതി വരെയാണ് ഇതിൻ്റെ സമയം. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം. കുറച്ച് കൂടുതൽ പൂവിൻ്റെ നടുക്ക് നിന്ന് നമുക്ക് സംസാരിക്കാം അല്ലേ? ഓഹോ, നമ്മുടെ പൊന്നൂസ് കുറേ പൂ പറിച്ചിട്ടുണ്ട്. പൂ പറിച്ചു കൂട്ടിയല്ലേ? പറിച്ചു കൂട്ടി പൊന്നൂസല്ലേ? നാളെ പൊന്നൂസ പറയും. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഏകദേശം 1 കിലോമീറ്ററോളം നമ്മൾ റോഡിൽ നിന്ന് നമ്മൾ പാടത്തിനുള്ളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇതാ നമ്മളെ കുറേ കാണുന്ന ഇതാണ് നമ്മൾ ആ ഒരു 400 ഏക്കർ വരുന്ന പാടശേഖരം. ആ 400 ഏക്കറിൽ ഫുള്ള് നിറഞ്ഞു നിൽക്കുന്നത് എന്താ കൂട്ടുസേ? ആമ്പൽ അല്ലേ? നല്ല പിങ്ക് നിറത്തിലുള്ള നല്ല അടിപൊളി ആമ്പൽ പൂവാണ്. സമയം ഇപ്പോൾ ഏകദേശം 9:15 ആ സമയമായിട്ടുണ്ട്. ശരിക്കും രാവിലെ നമ്മളിവിടെ വരികയാണെങ്കിലേ ഇത് ഫുൾ ആളായിരിക്കും കേട്ടോ, ഒരുപാട് ആളായിരിക്കും. ശരിക്കും വരികയാണെങ്കിൽ
രാവിലെ തന്നെ വരുന്നത് നല്ലതല്ലേ? 6 തൊട്ട് 7 വരെ ആ സമയമൊക്കെ നല്ല സമയമാണ് പറഞ്ഞത് കേട്ടോ. നല്ല ഇതുപോലെ വെയിലൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും രസമാണ് കേട്ടോ. ഒരിക്കലും മിസ് ചെയ്യരുത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ വള്ളത്തേൽ, ഞാനും കുട്ടൂസും കൂടെ വള്ളത്തേൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം. ഒരു സൈഡ് ചരിയാതൊക്കെ നോക്കണം വള്ളം. പിന്നെ ഉള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ആഴം തീരെ കുറവാണ്. ഒരു എന്താ പറയുക, നമ്മുടെ അരയറ്റം ആഴമേ ഉള്ളൂ ഇതിന്. അതുകൊണ്ട് നമ്മുടെ സേഫ്റ്റിയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ കൊച്ചു കുട്ടികളൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നല്ല പിങ്ക് നിറത്തിൽ ചുറ്റിനും ആമ്പൽ പൂവ് കേട്ടോ. ശരിക്കും ആമ്പൽ 2 കളറല്ലേ ഉള്ളത്, പിങ്കും വെള്ളയല്ലേ? വലിപ്പക്കുറവ് അല്ലേ? ഞാൻ എന്താണല്ലോ ഒരു ആമ്പലൊന്ന് പറിച്ചെടുക്കട്ടെ. നിങ്ങളുടെ പല്ല് കുറച്ചേറെ ആമ്പലൊന്ന് പറിച്ചെടുക്കാൻ പോവാണ്. അപ്പൊ ഇന്ന് വിടരുന്നത് നാളെ വിടരത്തില്ലല്ലേ? അത് തന്നെ വിടരുന്നത്. അത് തന്നെ വിടരുന്നത്. ഇത് മുട്ടായിട്ട് പിന്നെ നാളെ അത് തന്നെ. ഓഹോ. അപ്പൊ ഈ ഒരു പൂ എത്ര നാളുണ്ടാവും? അതൊരു 1.5 മാസത്തോളം ആ പൂ തന്നെ. ഈ പൂവാണ്. ഓ ശരി. അപ്പൊ ഈ പൂ തന്നെയാണ് കേട്ടോ. ഈ പൂ ചേട്ടൻ പറയുന്നത് ഈ പൂവാണെങ്കിൽ ഇനിയിപ്പോ വെയിലടിക്കുമ്പോഴത്തേക്കും ഈ പൂ മൊത്തം അങ്ങ് ഇങ്ങനെ അങ്ങ് കൂമ്പിപ്പോവും. ഇങ്ങനെ കൂമ്പിപ്പോയിട്ട് നാളെ നമുക്ക് ഈ പൂ തന്നെയാണ് പിന്നെയും വിടർന്നു വരുന്നത്. അപ്പൊ അങ്ങനെ 1 മാസത്തോളം അല്ലേ? 1 മാസത്തോളം ഒരു പൂ നിൽക്കുമെന്ന് പറയുന്നത് അല്ലേ? അതിനിടയ്ക്ക് അടിയിൽ നിന്ന് വേറെ മുട്ട് ഇതുപോലുള്ള മുട്ടുകൾ ചെറുത് വന്നോണ്ടേയിരിക്കും. അപ്പോഴാ തിങ്ങുന്നത്. നമ്മുടെ ചേട്ടൻ നമുക്കൊരു തുഴയൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ആമ്പൽപ്പാടത്തിന്റെ നടുക്കൂടെ ഞാനും പൊന്നൂസും കൂടെ തുഴയാൻ പോവാ. തുഴയാലോ നമുക്ക്? പൊന്നൂസാണ് വെള്ളം തുഴയുന്നത് കൂട്ടുകാരെ. പൊന്നൂസാണ് അടിപൊളിയായിട്ട് തുഴയുന്നത്. അപ്പൊ നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ പൊന്നൂസിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ കുട്ടൂസ് തുഴയേറ്റ് വാങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ കുട്ടൂസാണ് വള്ളം തുഴഞ്ഞു കഴിഞ്ഞ പോലെ. ഓ എന്ത് ഭംഗിയാ നോക്കി. ആമ്പലിന്റെ ഒക്കെ നടുക്കൂടെ നമ്മുടെ പൊന്നൂസ് വള്ളം തുഴഞ്ഞു എങ്ങനെയുണ്ട് പൊന്നൂസ് വള്ളം തുഴ? അടിപൊളി. തുഴഞ്ഞു വിട്ട് വള്ളത്തിൽ എടാ നോക്കടാ, നീ നോക്കുന്നുണ്ടോ അമ്മ വള്ളം തുഴയത്? എന്ത് രസമല്ലേ? അപ്പോൾ നമ്മുടെ മലരിക്കലെ ആമ്പൽപ്പാടത്തിൻ്റെ ഫുള്ള് നമ്മുടെ ആമ്പൽപ്പാടത്തിൻ്റെ നടുക്കെത്തി ഏകദേശം. അപ്പം ഞങ്ങളിപ്പോൾ തിരിച്ചു പോവാണ്. നല്ലൊരു ചെറിയ മഴയും പെയ്യുന്നുണ്ട് അല്ലേ? പൊന്നൂസ് എങ്ങനെയുണ്ട് നമ്മുടെ ആമ്പൽപ്പാടത്തിൽ? നല്ല രസമല്ലായിരുന്നോ? ഞങ്ങൾ ആമ്പൽപ്പാടത്തിലെത്തി. ഇതാ പൊന്നൂസ് കുട്ടൂസ് കുറേ പൂക്കളൊക്കെ പറിച്ചു. ശരിക്കും അടിപൊളി ഒരു വൈബാണ് കേട്ടോ. നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും പറ്റുമെങ്കിൽ ഈ 2 ആഴ്ച, അതായത് സെപ്റ്റംബർ പകുതിയോടുകൂടി ഇവിടെ എത്തുകയാണെങ്കിൽ ഏറ്റവും ഭംഗിയായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ പകുതിയോടുകൂടി ഇത് അവസാനിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സീസണിൽ ഇത് ഉണ്ടാവുള്ളൂ, ഈ ആമ്പൽ പൂക്കൾ. അതായത് ഇനി അടുത്ത വർഷം ജൂലൈയിലേക്കേ ഇത് ഉണ്ടാവുള്ളൂ.
അപ്പോൾ എന്താണെങ്കിലും 2 ആഴ്ചക്കുള്ളിൽ വന്ന് ഇത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും തീർച്ചയായിട്ടും കോട്ടയത്തെ മലരിക്കലിലേക്ക് എത്തിക്കൊള്ളൂ. ഈ ഒരു വളരെ ഭംഗിയുള്ള ആമ്പൽ പാടത്തിൻ്റെ നടുക്ക് നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയായിരിക്കും കേട്ടോ, ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു എന്താ പിങ്ക് വസന്തം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ ഇതിൻ്റെ നടുക്കൂടെ തിരിച്ച് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ പൊന്നൂസേ കുട്ടൂസേ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ്? സൂപ്പർ അല്ലായിരുന്നോ? പൊന്നൂസിന്റെ ഗ്ലാസ് ഒക്കെ നനഞ്ഞ് വെള്ളം മഴ ഇങ്ങനെ ചാറുക. പക്ഷെ ഇതൊരു ഭയങ്കര രസമാണ് കേട്ടോ മഴയത്തല്ലേ. മഴയത്ത് ഈ ആമ്പൽ പാടത്തിന്റെ നടുക്കൂടെ പോകാൻ പറ്റുന്നത് നല്ലത്. ശരിക്കും ചേട്ടാ ഒരു രാവിലെ 6 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും അല്ലേ? വെയിൽ കുറവല്ലേ? തന്നെയല്ല ഈ പൂവ് നല്ല ആ ഒരു സൂര്യപ്രകാശം അല്ലെങ്കിൽ ഈ സൂര്യ ഉദിക്കുന്ന ഇവിടെ കാണാൻ പറ്റും. സൂര്യോദയം കാണാം അല്ലേ? ശരിക്കും ആ സമയത്തുള്ള ഒരു പ്രകാശത്തിൽ ഇത് കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. നിങ്ങൾ മാക്സിമം വരാൻ ഉദ്ദേശിക്കുന്നവർ 10:30 മുമ്പായിട്ട് നിങ്ങൾ ഇവിടെ എത്തണം കേട്ടോ. 10 മണിക്ക് മുമ്പായിട്ട് ഒരു 9:30 നിങ്ങൾ എത്തിയെങ്കിൽ മാത്രമേ നമുക്കൊരു 1 മണിക്കൂറെങ്കിലും ഇതിനകത്ത് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്കിത് വിടർന്ന് നിൽക്കുന്ന പൂവുകൾ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. വെയിൽ നല്ലോണം ഉദിക്കുകയാണെങ്കിൽ ഇത് കൂമ്പി തുടങ്ങും. അതേപോലെ തന്നെ നിങ്ങൾ വരുമ്പോൾ ഈ റോഡ് സൈഡിൽ തന്നെ കാണുന്ന പാടത്തിലേക്ക് മാത്രം നിങ്ങൾ പോകരുത്. അവിടെ ചിലപ്പോൾ ഒരാൾക്ക് 100 രൂപയൊക്കെ ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. പക്ഷേ ആ റോഡ് സൈഡിലുള്ള ഒരു കുറച്ച് ഏരിയ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ശരിക്കും ഭംഗി ഇതിന് ഏകദേശം ഒരു ചേട്ടൻ പറഞ്ഞു ഞങ്ങളിപ്പം പോയത് തന്നെ 1 കിലോമീറ്റർ ഉള്ളിലോട്ട് നമ്മൾ പാടത്തിന് നടുക്ക് ചെല്ലുകയാണെങ്കിലാണ് ഇതിൻ്റെ യഥാർത്ഥ ഭംഗിയുള്ളത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ചേട്ടൻ്റെ നമ്പറൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വരുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ച് തലേ ദിവസം തന്നെ നിങ്ങൾ വിളിച്ച് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടല്ലോ അടിപൊളിയായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ആ ബോട്ടിന് നമുക്കൊരു വഴി കൊടുക്കാം കേട്ടോ. ശരിക്കും ഇവിടെ ദൂരെ നിന്നൊക്കെ വന്ന ആളുകളായിരിക്കും കേട്ടോ അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ വന്ന ബോട്ടിന് നമ്മൾ വഴി കൊടുത്തു. അതേപോലെ തന്നെ റോഡ് സൈഡിലൊക്കെ ഉള്ള കാഴ്ചകൾക്ക് നമ്മൾ വള്ളത്തിനൊക്കെ ചാർജും ഉള്ളിലേക്ക് പോകുന്ന വള്ളത്തിനൊക്കെ ചാർജും വ്യത്യാസമുണ്ട്. പക്ഷേ വ്യത്യാസം ഉണ്ടെങ്കിലും അതിൻ്റെ കാണാനുള്ള ഭംഗിയും നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ആനന്ദമൊക്കെ ഭയങ്കര വ്യത്യാസമായിരിക്കും കേട്ടോ. അപ്പോൾ എന്താണ് നമ്മുടെ പ്രവീൺ ചേട്ടനെ നിങ്ങൾ വിളിച്ചാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് പ്രൈസൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ആമ്പലിൻ്റെ നടുക്ക് എന്നുള്ള ഈ ആമ്പൽ പാടത്തിൻ്റെ നടുക്ക് എന്നുള്ള ഈ വീഡിയോ ഞങ്ങളുടെ എല്ലാ കൂട്ടുകാരും എൻജോയ് ചെയ്തെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം കുട്ടൂസ് ദാ ഇവിടെ പൂവൊക്കെ പിടിച്ചോണ്ടിരിപ്പുണ്ട്. പൊന്നൂസ് ദാ അതിൻ്റെ വള്ളത്തിന് മുമ്പ് നിന്ന് നല്ല ശക്തിയായിട്ട് തുഴയുന്നുണ്ട്. അപ്പം നമുക്ക് തൽക്കാലം ഈ വീഡിയോ വെച്ച് നിർത്തിയാലോ പൊന്നൂസേ അല്ലേ? അപ്പം ഞങ്ങൾ വീഡിയോ നിങ്ങൾക്ക് വിട പറയുകയാണ്. കോട്ടയത്തെ മലരിക്കൽ നിന്നും ABM ഫാമിലി സൈനിങ് ഓഫ്. ബൈ ബൈ.